ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ ശുശ്രൂഷയിലായിരിക്കുന്ന മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ദൈവസന്നിധിയിൽ ഒരുമിച്ചായിരിക്കാൻ തക്കവണ്ണം ഒരിക്കൽ കൂടെ ദൈവം നമുക്ക് നൽകി തന്ന ഈ അനുഗ്രഹിക്കപ്പെട്ടതായ സന്ദർഭത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ മുമ്പാകെ നിൽക്കുകയാണ്. മലാഖി മുതൽ മത്തായിയുടെ സുവിശേഷം വരെയുള്ള 400 വർഷക്കാലം, ആ സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് നടന്നത് എന്നുള്ള ബൈബിളിൽ നാം കാണാത്തതായ ആ ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്നും ആ കാലത്ത് യഹൂദന്മാരുടെ ഇടയിൽ എഴുതപ്പെട്ടതായ ചില പുസ്തകങ്ങളിൽ നിന്നും അപ്പോക്രീഫ എന്ന പേരിൽ അറിയപ്പെടുന്നതായ പുസ്തകങ്ങളിൽ നിന്നുമെല്ലാം നമുക്ക് ലഭിക്കുന്നതായ ഒരറിവ് ഒന്ന് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ നാം പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ പുതിയ നിയമം പഠിക്കുവാൻ വളരെ സഹായകമാണ് ഈ പഠനം എന്നുള്ളത് കൊണ്ട് ഒന്ന് ഓടിച്ച് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നാം അല്പം ചില കാര്യങ്ങൾ ചിന്തിച്ചിരുന്നു. അതിൻ്റെ നോട്ട്സ് വാട്സാപ്പിൽ നിങ്ങൾക്ക് ലഭിച്ചല്ലോ, നിങ്ങളത് വായിച്ചു കാണും എന്ന് കരുതുകയാണ്. നമ്മളൊരല്പം ശ്രദ്ധയോടെ ഇരുന്ന് ഇതൊന്ന് പഠിക്കുക. കാരണം സ്കൂളിൽ കോളേജിലൊക്കെ ഹിസ്റ്ററി പഠിച്ചിട്ടുള്ളവർക്ക് എളുപ്പമാണ്. ഈ ചരിത്രങ്ങളെല്ലാം പല കാര്യങ്ങളും സ്കൂളിലും കോളേജിലും ഒക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അല്ലാത്തവർക്കും ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അല്പം ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. നമ്മള് ഇസ്രായേൽ ജനം ബാബേൽ പ്രവാസത്തിലേക്ക് പോകുന്നത് വരെയുള്ള കാര്യങ്ങൾ നാം ബൈബിളിലൂടെ ഓടിച്ച് ഞാൻ ചിന്തിക്കുകയുണ്ടായി. ശലോമോന് ശേഷം വിഭജിത രാജ്യം നിലവിൽ വരുന്നു. വടക്കേ രാജ്യമായ ഇസ്രായേലിനെ അശൂരിലേക്ക് പ്രവാസികളായിട്ട് കൊണ്ടുപോകുന്നു. വീണ്ടും ചില വർഷങ്ങളൂടെ കഴിഞ്ഞപ്പോൾ തെക്കേ രാജ്യമായ യഹൂദ്യയായ ബാബേൽ രാജാവ് നെബൂഖദ്നേസർ രാജാവ് വന്ന് യുദ്ധം ചെയ്ത് മുഴുവനായും 3 ഘട്ടങ്ങളിലായി മുഴുവനായും ബാബിലോണിലേക്ക് പ്രവാസികളായിട്ട് കൊണ്ടുപോകുന്നു. യെരുശലേം ദൈവാലയം തകർക്കുന്നു. അതിലെ വിശേഷപ്പെട്ടതായ പാത്രങ്ങളെല്ലാം ബാബിലോണിലേക്ക് കൊണ്ടുപോകുന്നു. ബാബിലോണിൽ നെബൂഖദ്നേസർ രാജാവിന് ശേഷം ബേൽശസ്സർ രാജാവ്, അവന്റെ മകനായ ബേൽശസ്സർ അധികാരത്തിൽ വരുന്നു. അപ്പനായ നെബൂഖദ്നേസർ ദൈവത്തെ നിന്ദിച്ചത്, അഹങ്കരിച്ചതിന് ലഭിച്ചതായ ശിക്ഷയെല്ലാം കണ്ടിട്ടും അറിഞ്ഞിട്ടും മനസ്സിലാക്കാതെ ഈ ബേൽശസ്സർ രാജാവ് മുന്നോട്ട് പോയപ്പോൾ ഒരിക്കൽ ദാനിയേൽ പ്രവചനം വായിക്കുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ. ഒരു കൈപ്പത്തി വന്ന ഭിത്തിയിൽ എഴുതി, മെനെ തേക്കേൽ ഊഫർസി, ഞാൻ നിന്നെ തൂക്കി നീ കുറവുള്ളവനായി കണ്ടിരിക്കുന്നു എന്ന ഒരു കൈപ്പത്തി വന്ന ഭിത്തിയിൽ എഴുതി. ആ രാത്രിയിൽ തന്നെ കൽദേ രാജാവായ ബേൽശസ്സർ, നെബൂഖദ്നേസറിന്റെ മകനായ ബേൽശസ്സർ കൊല്ലപ്പെട്ടു. ദരിയാവേശ് രാജാവ്
അധികാരത്തിൽ വരുന്നു. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 30-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. 5-ാം അധ്യായം 30-ാം വാക്യം. ആ രാത്രിയിൽ തന്നെ കൽദയ രാജാവായ ബേൽശസ്സർ കൊല്ലപ്പെട്ടു. മേദ്യനായ ദാര്യാവേശ് 62 വയസ്സുള്ളവനായി രാജ്യത്വം പ്രാപിച്ചു. കൽദയ രാജാവായ ബേൽശസ്സർ ആ രാത്രിയിൽ കൊല്ലപ്പെട്ടു. മേദ്യനായ ദരിയാവേശ് രാജാവ്, ഡേറിയസ് രാജാവ്, നാം ചരിത്രത്തിൽ പഠിക്കുന്ന ദാറിയസ് രാജാവ്, ദരിയാവേശ് രാജാവ് അധികാരത്തിൽ വരുന്നു. മേദ്യ പേർഷ്യൻ സാമ്രാജ്യം. അങ്ങനെ അതിനു മുൻപ് ബാബിലോൺ സാമ്രാജ്യം അശൂര്യ സാമ്രാജ്യത്തെ കീഴ്പ്പെടുത്തിയിരുന്നു. ഈ ദരിയാവേശ രാജാവ് അധികാരത്തിൽ വന്നപ്പോൾ ബാബിലോൺ പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ ഫോറിൻ പോളിസിയിലൊക്കെ അല്പം വ്യത്യാസം വന്നു. വിദേശ നയത്തിൽ അല്പം വ്യത്യാസങ്ങളൊക്കെ വന്നു. ഈ പ്രവാസികളായിരുന്നവർക്ക് മടങ്ങിപ്പോകാനുള്ള അനുവാദങ്ങളൊക്കെ ലഭിക്കുന്നു. ഈ മേദ്യ പേർഷ്യ സാമ്രാജ്യം കുറേക്കാലം നിലവിൽ നിന്നു. ബാബിലോണ്യ പ്രവാസത്തിലായിരുന്ന ഇസ്രായേൽ ജനം മേദ്യ പേർഷ്യ സാമ്രാജ്യത്തിൻ്റെ ഭരണത്തിന് കീഴിൽ കുറേ കാലം മുന്നോട്ട് പോയി. ആ കാലയളവിലാണ് എസ്തേറിൻ്റെ പുസ്തകത്തിൽ നടക്കുന്ന കാര്യങ്ങൾ നടക്കുന്നത്. എസ്തേറിൻ്റെ പുസ്തകത്തിൽ എസ്തേർ രാജ്ഞിയും മോർദെഖായിയും കൂടെ ചേർന്ന് ഹാമാന്റെ തന്ത്രത്തിൽ നിന്നും ഇസ്രായേൽ ജനത്തെ വിടുവിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് പൂരീം എന്ന ഒരു ഉത്സവം, ഒരു പെരുന്നാൾ ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിൽ നിലവിൽ വന്നത്. ഇതെല്ലാം എസ്തേറിൻ്റെ പുസ്തകത്തിൽ നാം കാണുന്നതായ കാര്യങ്ങളാണ്. പേർഷ്യൻ രാജാവായിരുന്ന അഹശ്വേരോശ് രാജാവിൻ്റെ കാലത്താണ് എസ്തേർ രാജ്ഞി നമുക്ക് കാണാനായിട്ട് കഴിയും. ഏതാണ്ട് ഇന്ത്യ മുതൽ എത്യോപ്യ വരെ വിസ്തൃതമായിരുന്ന ഒരു വലിയ സാമ്രാജ്യമായിരുന്നു ആ കാലത്ത് മേദ്യ പേർഷ്യൻ സാമ്രാജ്യം. ആ കാലത്ത് അഹശ്വേരോശ് രാജാവിൻ്റെ മേദ്യ പേർഷ്യൻ സാമ്രാജ്യം ഭരിച്ചിരുന്ന അഹശ്വേരോശ് രാജാവിൻ്റെ രാജ്ഞിയായി എസ്തേർ രാജ്ഞി മാറുന്നു. അഹശ്വേരോശിൻ്റെ ആ കാലത്ത് എസ്തേർ രാജ്ഞിയായിരിക്കുമ്പോൾ ഫിലിസ്തീനായ ഹാമാൻ യഹൂദ ജനത്തെ ഈ ബാബിലോൺ പ്രവാസത്തിലായിരുന്ന, അവിടെ അന്യനാട്ടിലായിരുന്ന യഹൂദന്മാരെ മുഴുവൻ കൊന്നൊടുക്കാനായിട്ട് ഒരു കൽപ്പനയൊക്കെ രാജാവിൽ നിന്ന് തരപ്പെടുത്തി. നമുക്കറിയാവുന്ന കാര്യമാണ്. അവിടെ പ്രവാസികളായിരുന്ന യഹൂദ വംശത്തിൽപ്പെട്ട എല്ലാവരെയും കൊന്നുകളയാനായി അവിടെ മുഴുവൻ നാശത്തിന് ശ്രമിച്ചതും എസ്തേറിൻ്റെ സമയോചിതമായ ഇടപെടൽ മൂലം ഇസ്രായേൽ യഹൂദ ജാതിക്ക് ലഭിച്ചതായ രക്ഷ എന്നുള്ളതാണ് എസ്തേറിൻ്റെ പുസ്തകത്തിലെ പ്രതിപാദ്യ വിഷയം. അതിൽ നാം മനഃപ്പാഠമായി പഠിക്കാൻ ക്രമീകരിച്ചിരിക്കുന്നതായ വാക്യം നാം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടതായ ഒരു വാക്യമാണ്. മൊർദെഖായി എസ്തേറിനോട് പറയുന്നതായ കാര്യമാണ്, നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ ജനം നശിക്കാൻ പോവുകയാണ്, ജനം മുഴുവൻ നശിക്കാൻ പോവുകയാണ്. നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ. ആ വാക്യം നമുക്കൊന്ന് വായിക്കാം. 4:14, എസ്തേർ 4:14 നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും. എന്നാൽ നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. ഇങ്ങനെയുള്ള ഒരു കാലത്തിനായിട്ടല്ലയോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത്?
ആർക്ക് ഒരു നിർണായകമായ സമയത്ത് വന്ന് നിൽക്കുകയാണ്. നിനക്ക് വേണമെങ്കിൽ മിണ്ടാതിരിക്കാം. നിന്റെ സ്ഥാനവും പദവിയും അധികാരവും കൊട്ടാരത്തിലെ സുഖസൗകര്യങ്ങളും സംരക്ഷണവും എല്ലാം നിനക്ക് സുഖമായി ജീവിക്കാം. നല്ല ജോലിയുണ്ട്, നല്ല ബിസിനസ്സുണ്ട്, വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, നല്ല ആരോഗ്യമുണ്ട്, എല്ലാ സാഹചര്യങ്ങളുമുണ്ട്, വീടുണ്ട്, വാഹനങ്ങളുണ്ട്, വരുമാനത്തിന് ബുദ്ധിമുട്ടില്ല, നല്ല ജോലിയുണ്ട്, നല്ല വരുമാനമുണ്ട്, മക്കളുണ്ട്, ഭാര്യയുണ്ട്, സുഖമായി ജീവിക്കാം. ഇതൊന്നും നിനക്ക് വിഷയമല്ല. പക്ഷേ നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ ദൈവകൃപയെ അനുഭവിക്കുന്ന ദൈവമക്കൾ, ക്രിസ്തുവിനെ അനുഭവിക്കുന്ന ദൈവമക്കൾ, ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കൾ, ആത്മീയമായ അനുഭവങ്ങൾ പ്രാപിച്ച ദൈവമക്കൾ, ദൈവം അനുഗ്രഹങ്ങളിൽ നിന്ന് ദൈവമക്കൾ സുഖമായിട്ട് ജീവിക്കാം. പക്ഷേ നീ മിണ്ടാതിരുന്നാൽ എന്തിനാ ഞാനായിട്ട് ഇനി ഒരു പ്രശ്നത്തിന് പോകുന്നത്? വേണ്ട, ഇനി കുറച്ച് നാൾ സുവിശേഷ വലുതൊന്നും ചെയ്യാതെയൊക്കെ നിൽക്കാം. അത്യാവശ്യം യൂട്യൂബിലും ഒക്കെ ഇഷ്ടംപോലെ വചനം കേൾക്കാനൊക്കെ ഉണ്ടല്ലോ. പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല, രോഗമൊന്നുമില്ല, പിന്നെ അങ്ങനെ പ്രാർത്ഥിക്കേണ്ട പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നുമില്ല, എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് പോകുന്നുണ്ട്, സുഖമായിട്ട് ജീവിക്കാം. എന്നാൽ നിന്നെ ഈ സ്ഥാനത്ത് കൊണ്ടുവന്ന ഒരു ദൈവം, നിന്നെ ഈ അനുഭവത്തിലേക്ക് കൊണ്ടുവന്ന ഒരു ദൈവം, നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ ദൈവം പ്രവർത്തിക്കും. സുവിശേഷ വേല ഒരിക്കലും മുടങ്ങുകയില്ല, കർത്താവിൻ്റെ വേല മുടങ്ങുകയില്ല. മറ്റാരെ കൊണ്ടെങ്കിലും ദൈവം തൻ്റെ ശുശ്രൂഷ നിർവഹിക്കും. എന്നാൽ നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും. എന്നാൽ നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. ഇങ്ങനെയുള്ള ഒരു കാലത്തിനായിട്ടല്ലോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത്. ഇങ്ങനെയുള്ളൊരു കാലത്ത് കർത്താവിന് വേണ്ടി നിൽക്കുവാൻ കൊല്ലപ്പെട്ടേക്കാം. രാജാവ് തന്നെ കൊന്നുകളഞ്ഞേക്കാം, തൻ്റെ തല വെട്ടിയേക്കാം. കാരണം അനുവാദം കൂടാതെ, രാജാവ് വിളിക്കാതെ രാജസന്നിധിയിലേക്ക് കടന്നു എന്നാൽ ഞാൻ നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ, ഞാൻ നിന്ദിക്കപ്പെടുന്നെങ്കിൽ നിന്ദിക്കപ്പെട്ടുകൊള്ളട്ടെ, എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തുകയാണെങ്കിൽ ഒറ്റപ്പെടുത്തിക്കൊള്ളട്ടെ. രാജാവിൻ്റെ അടുക്കിലേക്ക് കടന്നു രാജാവിൻ്റെ ചെങ്കോലിനെ തൊടുവാൻ ഒരു എസ്തേർ എന്ന് തയ്യാറായി. ഒരു ഉണർവായിരുന്നു. ഒരു കൂട്ടം മുഴുവൻ നശിച്ചു പോകാതെ കാത്തു. എസ്തേറിൻ്റെ പുസ്തകത്തിലെ കാര്യങ്ങൾ ഈ കാലയളവിൽ നടക്കുന്നതായ സംഭവങ്ങളാണ്. ഈ പേർഷ്യൻ ചക്രവർത്തിയിൽ നിന്നും സ്വന്തം ദേശത്തേക്ക് മടങ്ങിപ്പോകുവാനും ദൈവാലയം പണിയുവാനും ഇസ്രായേൽ ജനത്തിന് അനുവാദം കൊടുക്കുന്നു. കോരസ് രാജാവ് കൽപ്പനയെല്ലാം പുറപ്പെടുവിക്കുന്നുണ്ട്. അതെല്ലാം ചരിത്രത്തിൽ കാണുന്നുണ്ട്. 3 ഘട്ടങ്ങളായിട്ടാണ്, രാജാവിൻ്റെ അനുമതിയോടുകൂടെ 3 ഘട്ടങ്ങളായിട്ടാണ് ജനം യെരുശലേമിലേക്ക് മടങ്ങിപ്പോകുന്നത്. 1-ാം ഘട്ടം BC 537 BC 537 സെരൂബാബേലിൻ്റെ നേതൃത്വത്തിലുള്ള ആദ്യ സംഘം യെരുശലേമിലേക്ക് മടങ്ങിപ്പോകുന്നു. അങ്ങനെ ചെന്നതായ സെരൂബാബേലിൻ്റെ നേതൃത്വത്തിൽ BC 537 മടങ്ങിപ്പോയതായ സംഘം തകർന്നു കിടന്ന യെരുശലേം ദൈവാലയം അവർ പണിയുന്നു. 2-ാമത്തെ സംഘം BC 458
എസ്രായുടെ നേതൃത്വത്തിലാണ് മടങ്ങിപ്പോകുന്നത്. എസ്രായുടെ നേതൃത്വത്തിൽ മടങ്ങിച്ചെന്നു. അവിടെ വചനം കൊടുത്തു. ഒരു ഉണർവുണ്ടാകും. ഒരു വലിയ ഉണർവ് ഇസ്രായേൽ ജനത്തിൻ്റെ നടുവിൽ, യഹൂദന്മാരുടെ ഇടയിൽ ഉണ്ടാകുന്നു. മൂന്നാം ഘട്ടം BC 445 നെഹമ്യാവിൻ്റെ നേതൃത്വത്തിൽ മടങ്ങിപ്പോകുന്നു. നെഹമ്യാവിൻ്റെ നേതൃത്വത്തിൽ മടങ്ങിപ്പോയതായ കൂട്ടം അവിടെ ചെന്ന ജനത്തെയെല്ലാം വിളിച്ച് ഉണർത്തി. യെരുശലേമിൻ്റെ മതിലുകൾ തകർന്നു. അതിൻ്റെ വാതിലുകൾ തീ കൊണ്ട് വെന്തും കിടക്കുന്നു. നാം എഴുന്നേറ്റ് പണിയുക എന്ന് പറഞ്ഞ് യെരുശലേമിൻ്റെ തകർന്നു കിടന്നതായ മതിൽ പണിയുന്നു. ഇതെല്ലാമാണ് നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ നാം കാണുന്നതായ കാര്യങ്ങൾ. ഒന്നുകൂടെ പറയട്ടെ, 3 ഘട്ടങ്ങളായി ബാബേൽ പ്രവാസത്തിൽ നിന്നും ഇസ്രായേൽ ജനം യെരുശലേമിലേക്ക് മടങ്ങിപ്പോകുന്നു. ആദ്യ ഘട്ടം സെരുബാബേലിൻ്റെ നേതൃത്വത്തിൽ മടങ്ങിച്ചെന്ന് തകർന്നു കിടന്ന യെരുശലേം ദൈവാലയം പണിയുന്നു. രണ്ടാമതൊരു സംഘം എസ്രായുടെ നേതൃത്വത്തിൽ മടങ്ങിപ്പോകുന്നു. വചനം പറയുന്നു, ജനത്തിന് വചനം കൊടുക്കുന്നു. ന്യായപ്രമാണ പുസ്തകം തുറന്ന് വായിക്കുന്നു. അയ്യോ, ഞങ്ങൾ ഒത്തിരി തെറ്റുകളൊക്കെ ചെയ്തല്ലോ, നെടുമ്പാട് വീട് കിടന്ന് കരയുന്നു. ഒരു ഉണർവ് എന്നുള്ളതാണ് എസ്രായുടെ പുസ്തകത്തിലെ വിഷയം. മൂന്നാമത്തെ സംഘം നെഹമ്യാവിൻ്റെ നേതൃത്വത്തിൽ മടങ്ങിപ്പോകുന്നു. യെരുശലേമിൻ്റെ തകർന്നു കിടന്നതായ മതിലുകൾ പണിയുന്നു. എതിർപ്പ് വരുന്നുണ്ട്, പണി മുടക്കുക ചെയ്യുന്നുണ്ട്. എന്നാലും അവർ ദൈവത്തിൻ്റെ കരം അവരോട് കൂടെ ഇരുന്നു. യെരുശലേമിൻ്റെ മതിലുകൾ പണിയുന്നു. ഈ നെഹമ്യാവിൻ്റെ സമകാലീനനായി ജീവിച്ചിരുന്ന പ്രവാചകനാണ് മലാഖി പ്രവാചകൻ. മലാഖി പ്രവാചകൻ ദൈവജനത്തിൻ്റെ ആത്മീയ നില പുതുക്കി പണിയുവാനായിട്ട് ആ കാലയളവിൽ ആഹ്വാനം നൽകുന്നു. ഈ മലാഖി പ്രവാചകൻ്റെ കാലത്താണ് ഇസ്രായേൽ ജനത്തിന് ആദ്യമായി യഹൂദന്മാർ എന്ന പേര് ലഭിക്കുന്നത്. പഴയ നിയമത്തിലൊരിടത്ത് നമ്മൾ യഹൂദന്മാർ എന്ന് കാണുന്നില്ല. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യഹൂദന്മാർ എന്ന പ്രയോഗം നാം കാണുന്നുണ്ട്. ഈ മലാഖിയുടെ കാലത്താണ് ഇസ്രായേൽ മക്കൾക്ക് യഹൂദന്മാർ എന്ന പേര് ലഭിക്കുന്നത്. ഈ ബാബേൽ പ്രവാസം വരെ വിഗ്രഹാരാധന നടത്തിയിരുന്നതായ യഹൂദൻ ബാബേൽ പ്രവാസത്തിന് ശേഷം ഒരിക്കലും വിഗ്രഹാരാധികളായിരുന്നിട്ടില്ല. പിന്നീട് യഹൂദൻ വിഗ്രഹങ്ങളെ ആരാധിക്കാൻ ഒരിക്കലും പോയിട്ടില്ല. ഈ കാലയളവിൽ പേർഷ്യൻ സാമ്രാജ്യം ഭരിച്ചിരുന്ന ചക്രവർത്തിമാരെല്ലാമാണ്. ഒന്നാമത്തത് കോരസ് രാജാവ്, BC 538 മുതൽ 529 വരെ. ഞാൻ നോട്ട്സ് തന്നുകൊള്ളാം. BC 538 മുതൽ 529 വരെ ഭരിച്ചിരുന്ന കോരസ് രാജാവാണ് യഹൂദന്മാർക്ക് മടങ്ങിപ്പോകുവാനായി അനുമതി നൽകിയത്. വീണ്ടും BC 529 മുതൽ 522 വരെ കാംബിസസ് രാജാവ് ഇദ്ദേഹമാണ് അർത്ഥശഷ്ട രാജാവ്. കാംബിസസ് രാജാവ്, അർത്ഥശഷ്ട രാജാവ്. എസ്രായുടെ പുസ്തകം 4-ാം അധ്യായം 7-ാം വാക്യത്തിലും 11-ാം വാക്യത്തിലും 23-ാം വാക്യത്തിലുമെല്ലാം നാം കാണുന്ന അർത്ഥശഷ്ട രാജാവ് ഈ കാംബിസസ് രാജാവാണ്. ഈ രാജാവ് ദൈവാലയത്തിൻ്റെ പണി മുടക്കി, ആലയത്തിൻ്റെ പണി മുടക്കി. അതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എസ്രായുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഈ കാംബിസസ് രാജാവ് ദൈവാലയത്തിൻ്റെ പണി മുടക്കി.
പിന്നീട് അധികാരത്തിൽ വന്ന ദരിയാവേശ് ഒന്നാമൻ രാജാവ്, ദരിയാവേശ് ഒന്നാമൻ രാജാവ് BC 521 മുതൽ 485 വരെ ഭരണം നടത്തിയ ദരിയാവേശ് ഒന്നാമൻ രാജാവ്. ഈ രാജാവാണ് ദൈവാലയത്തിൻ്റെ പണി പൂർത്തിയാക്കുവാനായിട്ട് കൽപ്പന നൽകിയത്. എസ്രാ 4:24, 6-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ളതായ വാക്യങ്ങൾ, എസ്രാ 7-ാം അധ്യായം 1-ാം വാക്യം. ഞാനിതൊക്കെ ഓരോ വാക്യങ്ങൾ വായിച്ചാൽ സമയമെടുത്താൽ ഒത്തിരി നീണ്ടുപോകുമെന്നുള്ളതുകൊണ്ട് വാക്യങ്ങൾ മാത്രം ഒന്ന് പറയുന്നേ ഉള്ളൂ. ദൈവാലയത്തിന് മുടങ്ങിപ്പോയ പണി തുടരാനായിട്ട് കൽപ്പന നൽകിയ രാജാവ് ദാരിയാവേശ് ഒന്നാമൻ രാജാവ്. നെഹമ്യാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 1-ാം വാക്യത്തിലും നാം കാണുന്ന അർത്ഥശഷ്ട രണ്ടാമൻ രാജാവും ഈ ദാരിയാവേശ് രാജാവ് തന്നെയാണ്. നെഹമ്യാ 2:1. ഈ അർത്ഥശഷ്ട രാജാവിൻ്റെ കൊട്ടാരത്തിൽ പാനപാത്രവാഹകനായിരുന്നു ഫുഡ് മിനിസ്റ്റർ. രാജാവിൻ്റെ പാനപാത്രവാഹകനായിരുന്നു, കൊട്ടാരത്തിലെ ഉയർന്ന ഉത്തരവാദിത്വമുള്ള ഉദ്യോഗസ്ഥനായിരുന്നു നെഹമ്യാവ് എന്ന് നാം കാണുന്നുണ്ട്. ഈ അർത്ഥശഷ്ട രണ്ടാമൻ രാജാവ് വീണ്ടും BC 465 മുതൽ BC 331 വരെയുള്ളതായ കാലയളവിൽ 6 രാജാക്കന്മാർ കൂടെ പേർഷ്യയിൽ ഭരണം നടത്തുന്നുണ്ട്. ആ സമയത്താണ് അങ്ങനെ പേർഷ്യൻ സാമ്രാജ്യം മുന്നോട്ട് പോകുന്നതായ സാഹചര്യത്തിലാണ് BC 336 മാസിഡോണിയൻ രാജാവായിരുന്ന ഫിലിപ്പ് രാജാവ്, BC 336 മാസിഡോണിയൻ രാജാവായിരുന്ന ഫിലിപ്പ് രാജാവ് ലോകം മുഴുവനും കീഴടക്കാനുള്ള ആഗ്രഹത്തോടെ മുന്നോട്ടിറങ്ങി. അങ്ങനെ ഈ പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ കീഴിലായിരുന്ന രാജ്യങ്ങൾ ഓരോന്നായി യുദ്ധം ചെയ്ത് ഈ ഫിലിപ്പ് രാജാവ് കീഴടക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ മുന്നോട്ട് പോന്നതായ രാജാവ് ഒരിക്കൽ തൻ്റെ സുരക്ഷാ ഭടനാൽ കൊല്ലപ്പെട്ടു. ഫിലിപ്പ് രാജാവ് തൻ്റെ സുരക്ഷാ ഭടനാൽ കൊല്ലപ്പെട്ടു. അതേ തുടർന്ന് ഫിലിപ്പ് രാജാവിൻ്റെ 3-ാമത്തെ മകനായിരുന്ന അലക്സാണ്ടർ മൂന്നാമൻ, മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി എന്ന് പറയുന്ന അലക്സാണ്ടർ മൂന്നാമൻ രാജാവാകുന്നു. ഫിലിപ്പിൻ്റെ 3-ാമത്തെ മകൻ. അദ്ദേഹം അരിസ്റ്റോട്ടിലിൻ്റെ ഒരു ശിഷ്യനായിരുന്നു. ഈ കാലത്ത് തത്വജ്ഞാനികൾ ഒക്കെ ജീവിച്ചിരുന്നതായ കാലങ്ങൾ. സോക്രട്ടീസ്, പ്ലേറ്റോ, ക്രിറ്റോ, അരിസ്റ്റോട്ടിൽ ഇങ്ങനെയുള്ളതായ തത്വജ്ഞാനികളൊക്കെ നമുക്കറിയാം. ഈ അരിസ്റ്റോട്ടിലിൻ്റെ ശിഷ്യനായിരുന്നു ഈ അലക്സാണ്ടർ. BC ഈ ദരിയാവേശ് മൂന്നാമൻ്റെ കാലത്ത് BC 331 നെനവേക്കടുത്ത് നടന്ന അർബേല യുദ്ധത്തിൽ മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി ദരിയാവേശ് മൂന്നാമൻ രാജാവിനെ തോൽപ്പിച്ച് ദാരിയാവേശ് മൂന്നാമൻ രാജാവിനെ തോൽപ്പിച്ച് ചുരുങ്ങിയ കാലം കൊണ്ട് അപ്പനായ ഫിലിപ്പ് മുന്നോട്ടെടുത്ത് വെച്ചതായ കാൽ മകനായ അലക്സാണ്ടർ തുടർന്നു. പേർഷ്യൻ സാമ്രാജ്യത്തിന് കീഴിലായിരുന്ന രാജ്യങ്ങളെല്ലാം ഓരോന്നായി കീഴടക്കിക്കൊണ്ടിരുന്നു. BC 331 അർബേല യുദ്ധത്തിൽ, നിനവേയുടെ അടുത്ത് നടന്ന അർബേല യുദ്ധത്തിൽ ഈ പേർഷ്യൻ രാജാവായിരുന്ന ദരിയാവേശ് മൂന്നാമൻ രാജാവിനെ തോൽപ്പിച്ച് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് പേർഷ്യ, ബാബിലോൺ,
പലസ്തീൻ, സിറിയ, ഈജിപ്റ്റ് തുടങ്ങിയ രാജ്യങ്ങളെല്ലാം കീഴടക്കി ഇന്ത്യയുടെ പടിഞ്ഞാറൻ ഭാഗത്ത് വരെ അലക്സാണ്ടർ ചക്രവർത്തി എത്തി. പഞ്ചാബിൽ വരെ എത്തി എന്നൊക്കെയാണ് പറയുന്നത്. അവിടെ വെച്ച് അദ്ദേഹത്തിന് രോഗിയായി തീരുകയും തൻ്റെ രാജ്യത്തേക്ക് മടങ്ങിപ്പോവുകയെല്ലാം ചെയ്തതായി തൻ്റെ 33-ാമത്തെ വയസ്സിൽ മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി രോഗിയായി മരണം വരിച്ചതുമായ കാര്യങ്ങളെല്ലാം നമുക്കെല്ലാവർക്കും പരിചിതമായ ചരിത്ര സംഭവങ്ങളാണ്. ഈ അലക്സാണ്ടർ ചക്രവർത്തിയുടെ ഭരണവും യഹൂദന്മാരുടെ ജീവിതവുമായി നാം നോക്കുമ്പോൾ യഹൂദന്മാരോട് വളരെ സ്നേഹത്തോടെ പെരുമാറിയ ഒരു രാജാവായിരുന്നു ഈ അലക്സാണ്ടർ ചക്രവർത്തി. അതിന് കാരണമുണ്ട്. അദ്ദേഹം ബാബിലോൺ കീഴടക്കി യഹൂദന്മാരുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിൽ വന്നതായ സമയത്ത് ദാനിയേൽ പ്രവാചകനെ കുറിച്ച് കേട്ടു. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തെക്കുറിച്ച് കേട്ടു. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 8-ാം അധ്യായം 5-ാം വാക്യത്തിലും 8-ാം അധ്യായം 21, 22 വാക്യത്തിലുമൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു ചെറിയ കൊമ്പുണ്ട്. മുളച്ചു വരുന്ന ഒരു ചെറിയ കൊമ്പ്. ഞാൻ അതിലേക്ക് പോയാൽ ക്ലാസ്സങ്ങ് നീളുമെന്നുള്ളതുകൊണ്ട് ഇനി ഒരു അവസരത്തിൽ ദാനിയേൽ പ്രവചനം ചിന്തിക്കുന്നുവെങ്കിൽ വിശദമായി ചിന്തിക്കാം. ദാനിയേൽ പ്രവചനത്തിൽ നെബൂഖദ്നേസർ കണ്ട ആ ബിംബത്തിൻ്റെ അർത്ഥം ദാനിയേൽ രാജാവ് വിവരിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ അലക്സാണ്ടർ ചക്രവർത്തിയെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ 8-ാം അധ്യായത്തിൽ കാണുന്ന ഈ ചെറിയ കൊമ്പ് ഈ അലക്സാണ്ടർ ചക്രവർത്തിയെക്കുറിച്ചാണ് പറയുന്നത് എന്നെല്ലാം മനസ്സിലാക്കിയതായ രാജാവ് താൻ യെരുശലേം ദേവാലയത്തിൽ പോയി ദൈവമായ യഹോവയെ ആരാധിച്ചു എന്ന് ചില ചരിത്രരേഖകളിലെല്ലാം നാം കാണുന്നുണ്ട്. BC 323 അലക്സാണ്ടർ ചക്രവർത്തി മരണത്തിന് കീഴടങ്ങി. തൻ്റെ മരണശേഷം തനിക്ക് ആൺമക്കളില്ലാത്തതിനാൽ, തനിക്ക് പിൻഗാമി ഇല്ലാത്തതുകൊണ്ട് 4 ജനറൽമാർ, 4 പട്ടാളക്കാർ, ജനറൽമാർ അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം വിഭജിച്ചെടുത്തു. അങ്ങനെ ഗ്രീക്ക് സാമ്രാജ്യം 4 ജനറൽമാർ വിഭാഗിച്ചെടുത്തു. ടോളമി, കസാണ്ടർ, സെലൂക്കസ്, ലിസിമാക്കസ്, ഇങ്ങനെ 4 പട്ടാള ജനറൽമാർ ഗ്രീക്ക് സാമ്രാജ്യം വിഭജിച്ചെടുത്തു. ഈജിപ്റ്റ് അല്ലെങ്കിൽ മിസ്രൈം, പലസ്തീൻ ഇതെല്ലാം ടോളമിയുടെ അധികാരത്തിൽ വന്ന സ്ഥലമായിരുന്നു. വീണ്ടും മാസിഡോൺ, കസാണ്ടറിൻ്റെ അധികാരത്തിൽ വന്നതായ സ്ഥലം, സിറിയ, അന്ത്യോക്യ ഒക്കെ സെലൂക്കസിൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ വന്നു. അങ്ങനെ ടോളമി, കസാണ്ടർ, സെലൂക്കസ്, ലിസിമാക്കസ് ഇങ്ങനെ 4 സേനാനികൾ തൻ്റെ സാമ്രാജ്യം വിഭജിച്ചെടുത്തു. ഇസ്രായേൽ ടോളമിയുടെ അധീനതയിലായിരുന്നു. ഈ ടോളമി ആദ്യമൊക്കെ യഹൂദന്മാരോട് വളരെ ക്രൂരമായിട്ടാണ് ഇടപെട്ടത്. എന്നാൽ ടോളമി രണ്ടാമൻ്റെ ഭരണകാലത്ത് വളരെ സ്നേഹത്തോടെ യഹൂദന്മാരോട് പെരുമാറാൻ തുടങ്ങി. ഈ കാലഘട്ടത്തിൽ ഗ്രീക്ക് സാമ്രാജ്യം, യവന സാമ്രാജ്യം നിലനിന്നതായ കാലഘട്ടത്തിൽ അവർ ചെന്നിടത്തെല്ലാം ഗ്രീക്ക് സംസ്കാരവും ഭാഷയും ജനങ്ങളെ പഠിപ്പിച്ചു. ആ കാലഘട്ടത്തിൽ വന്ന യവനവൽക്കരണം ഇസ്രായേൽ ജനത്തെ പല വിധത്തിലും ബാധിച്ചു. യവന ജീവിത ശൈലിയും ഭാഷയുടെ സ്വാധീനവുമെല്ലാം ആഴത്തിൽ യഹൂദന്മാരെ സ്വാധീനിച്ചു. യഹൂദ മതാചാരങ്ങളും ആരാധനയുമെല്ലാം കേവലം ബാഹ്യമായ ഒരു ആചാരമായി ആ കാലയളവിൽ മാറി. യവനവൽക്കരണത്തെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരുമായ 2 വിഭാഗങ്ങൾ യഹൂദന്മാരുടെ ഇടയിലുണ്ടായി.
ആരാധനയിലെല്ലാം പല വ്യത്യാസങ്ങളെല്ലാം വന്നു. എല്ലാം ഒരു ചടങ്ങായി മാറി. അപ്പോൾ യവനവൽക്കരണത്തെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരുമായ രണ്ട് വിഭാഗങ്ങൾ യഹൂദന്മാരുടെ ഇടയിലുണ്ടായി. അങ്ങനെ എതിർക്കുന്നവർ, യവനവൽക്കരണത്തെ എതിർക്കുന്നവർ യഥാർത്ഥ യഹൂദ മതാചാരങ്ങളെ അനുകൂലിക്കുന്നവരായിരുന്നു. അങ്ങനെ ഉണ്ടായതായ ഒരു ഗ്രൂപ്പ്, ആ ഗ്രൂപ്പാണ് പിൽക്കാലത്ത് പരീശന്മാർ എന്ന പേരിൽ അറിയപ്പെട്ടത്. ഓർക്കണം, പഴയ നിയമത്തിൽ പരീശന്മാരെന്നൊരു കൂട്ടമില്ല. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പരീശന്മാരെന്നും കാണുന്നുണ്ട്. എങ്ങനെയാണ് പരീശന്മാരുണ്ടായത്? യവനവൽക്കരണത്തെ എതിർക്കുന്ന എന്ന് പറഞ്ഞാൽ ശരിയായ യഹൂദന്മാരുടെ വിശ്വാസത്തിൽ, മതാചാരങ്ങളിൽ തീക്ഷ്ണതയുള്ളവരായി, മതാചാരങ്ങളെ അനുകൂലിക്കുന്നവരായി രൂപപ്പെട്ടതായ കൂട്ടമാണ് പിന്നീട് പരീശന്മാർ എന്ന പേരിൽ അറിയപ്പെട്ടത്. BC 198 സിറിയ ടോളമിയെ തോൽപ്പിച്ച് പലസ്തീൻ സിറിയയുടെ ഭാഗമാക്കി മാറ്റി. BC 175 സിറിയയുടെ രാജാവായ അന്തിയോക്കസ് എപ്പിഫാനസ് രാജാവ് വന്നു. ടോളമിയെ തോൽപ്പിച്ച് സിറിയ അധികാരത്തിൽ വന്നു. യഹൂദന്മാരുടെ ഇടയിൽ BC 175 സിറിയൻ രാജാവായ അന്തിയോക്കസ് എപ്പിഫാനസ്, അദ്ദേഹം ദുഷ്ടനായ രാജാവായിരുന്നു. അന്തിയോക്കസ് എപ്പിഫാനസ് രാജാവ് വളരെ ദുഷ്ടനായ ഒരു രാജാവായിരുന്നു. ഈ രാജാവ്, നമ്മൾ പഴയ നിയമത്തിൽ പഠിക്കുമ്പോൾ യൗസേഫിനെ അറിയാത്ത ഒരു ഫറവോൻ അധികാരത്തിൽ വന്നു എന്ന് പറയുന്നത് പോലെ, യൗസേഫിനെ അറിയാത്ത ഒരു ഫറവോനെ പോലെ യഹൂദന്മാരോട് പ്രവർത്തിച്ചു. BC 168 അയാൾ 40,000 യഹൂദന്മാരെ കൊന്നൊടുക്കി. യഹൂദന്മാരെ ഈ ഭൂമിയിൽ നിന്നും തുടച്ചു നീക്കുവാനായിട്ട് പണിപ്പെട്ടു. 40,000 യഹൂദന്മാരെ കൊന്നൊടുക്കി. യഹൂദ സ്ത്രീകളെയും കുട്ടികളെയും എല്ലാം അടിമകളാക്കി വിറ്റു. യെരുശലേം പട്ടണം തകർത്തു. ദൈവാലയത്തിലെ യാഗപീഠത്തിന്മേൽ പന്നികളെ യാഗമായി അർപ്പിച്ചു. യെരുശലേം ദൈവാലയത്തിൽ ജൂപ്പിറ്റർ ദേവന് പ്രത്യേകമായ യാഗപീഠം പണികഴിപ്പിച്ചു. യഹൂദന്മാർ ദൈവാലയത്തിൽ പോകരുതെന്ന് വിലക്കി. പരിച്ഛേദന നിയമമൂലം നിരോധിച്ചു. ന്യായപ്രമാണ പുസ്തകങ്ങൾ നശിപ്പിച്ചു. ഏതാണ്ട് 3 വർഷത്തിലധികം കാലം ദൈവാലയത്തിൽ ആരാധന മുടങ്ങിക്കിടന്ന ദൈവാലയം, ആ ദൈവാലയത്തിൽ ഗ്രീക്ക് ദേവനായ ജോവിൻ്റെ ആരാധനയ്ക്കായി ഒരു പ്രതിമ പ്രതിഷ്ഠിക്കുകയും യെരുശലേം ദൈവാലയം വേശ്യാവൃത്തിക്കുള്ള ഇടമാക്കി തീർക്കുകയും ചെയ്തു. ഇതെല്ലാം കണ്ടും കേട്ടും സഹിച്ചു കഴിഞ്ഞ യഹൂദന്മാരുടെ സിരകളിൽ അന്തിയോക്കസ് എപ്പിഫാനസ് രാജാവിനെതിരായുള്ള പ്രതികാരാഗ്നി ആളിപ്പിടിക്കാനിടയായി. അവർ ഈ അന്തിയോക്കസ് എപ്പിഫാനസ് രാജാവിന് എതിരായി അവർ തിരിയാനായിട്ടിടയായി. ആ സമയത്താണ് യഹൂദനായ യൂദാസ് മക്കാബിയസും അദ്ദേഹത്തിൻ്റെ 4 സഹോദരന്മാരും ധീരരായി എഴുന്നേറ്റ്. യൂദാസ് മക്കാബിയസും അദ്ദേഹത്തിൻ്റെ 4 സഹോദരന്മാരും എന്ത് ത്യാഗം സഹിച്ചും യെരുശലേമിനെ വീണ്ടെടുക്കുവാൻ, ദൈവാലയത്തിൽ ആരാധന പുനഃസ്ഥാപിക്കണമെന്നുള്ളതായ ദൃഢപ്രതിജ്ഞ ചെയ്ത് അവർ മുന്നോട്ട് വന്നു. യഹൂദ മലനിരകളിൽ ഒളിച്ച് പാർത്ത് അവർ മുന്നോട്ട് വന്നപ്പോൾ അവരെ പിന്തുണയ്ക്കുവാനായിട്ട് രാജ്യസ്നേഹികളായ അനേകം യഹൂദന്മാർ അവരോട് കൂടി. അങ്ങനെ മക്കാബിയർ എന്നറിയപ്പെടുന്ന ഒരു സംഘമുണ്ടായി. മക്കാബിയർ എന്ന സംഘമുണ്ടായി. യൂദാസ് മക്കാബിയസും അദ്ദേഹത്തിൻ്റെ 4 സഹോദരന്മാരും അവരോട് ചേർന്ന കുറേയേറെ യഹൂദന്മാരും ചേർന്ന് യഹൂദ മലനിരകളിൽ ഒളിച്ച് പാർത്ത് ഇവർക്കെതിരായി യുദ്ധം ചെയ്തു.
യൂദാസ് മക്കാബിയസും തൻ്റെ സൈന്യവും ഈ ലോകചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ ലോകചരിത്രത്തിൽ മറ്റൊരു സൈന്യത്തിനും അവകാശപ്പെടുവാൻ കഴിയാതെ വണ്ണം ഉന്നതമായ ധാർമ്മിക നിലവാരം പുലർത്തിയിരുന്നു. ഗറില്ല മുറകളാണ് അവർ ഉപയോഗിച്ചത്. ഗറില്ല യുദ്ധതന്ത്രങ്ങളിലൂടെ അവർ സിറിയൻ സൈന്യത്തിൻ്റെ ഊറ്റം കെടുത്തി. അവരുടെ തളരാത്ത ആത്മധൈര്യത്തിനും ഒടുങ്ങാത്ത ആവേശത്തിനും മുൻപിൽ എണ്ണത്തിൽ പെരുപ്പമുണ്ടായിരുന്നുവെങ്കിലും സിറിയൻ സൈന്യത്തിന് പിടിച്ചു നിൽക്കുവാനായിട്ട് കഴിഞ്ഞില്ല. അവർ സിറിയൻ സൈന്യത്തെ തോൽപ്പിച്ച് യെരുശലേം പിടിച്ചെടുത്തു. അശുദ്ധമാക്കപ്പെട്ടിരുന്ന യെരുശലേം ദേവാലയം ശുദ്ധീകരിക്കുകയും പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. ഈ സംഭവത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് യഹൂദന്മാർ ആചരിച്ചിരുന്ന പ്രതിഷ്ഠ ഉത്സവം. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 22-ാം വാക്യം ഒന്ന് വായിക്കാം. ഈ സംഭവത്തിൻ്റെ ഓർമ്മ യൂദാസ് മക്കാബിയസും സംഘവും ചേർന്ന്, മക്കാബിയർ അവർ ഒരുമിച്ച് ചേർന്ന് യഹൂദ മലനിരകളിൽ പതിയിരുന്ന് നടത്തിയ ഗറില്ല യുദ്ധമുറകളിലൂടെ അവർ അന്ത്യോക്കസ് എപ്പിഫാനസ് രാജാവിനെ തോൽപ്പിക്കുകയും യെരുശലേം ദൈവാലയം പിടിച്ചെടുക്കുകയും അതിനെ പുനഃപ്രതിഷ്ഠിക്കുകയും ചെയ്ത് അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് പ്രതിഷ്ഠോത്സവം ആചരിക്കുന്നത്. യോഹന്നാൻ 10:22. അനന്തരം യെരുശലേമിൽ പ്രതിഷ്ഠോത്സവം ആചരിച്ചു. അന്ന് ശീതകാലമായിരുന്നു. അവർ പ്രതിഷ്ഠോത്സവം ആചരിച്ചു. അതുവരെ ഇല്ല, പ്രതിഷ്ഠോത്സവം ഇല്ല. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് നിലവിൽ വന്നതാണ് പ്രതിഷ്ഠോത്സവം. മുമ്പിലത്തെ പോലെ വീണ്ടും ദൈവാലയത്തിൽ യാഗാഗ്നി എരിയുവാനിടയായി. തങ്ങളുടെ നിലനിൽപ്പിനായി മക്കാബിയർ റോമൻ ചക്രവർത്തിയുമായി സഖ്യത്തിലേർപ്പെട്ടു. ഇതിനിടയിൽ ഭയങ്കരമായ രോഗം പിടിപെട്ട് അന്ത്യോക്കസ് എപ്പിഫാനസ് രാജാവ് നിര്യാതനായി. ഇതേ തുടർന്ന് മക്കാബിയിലെ പുരോഹിത ഭരണകർത്താക്കൾ സ്വതന്ത്രമായി യഹൂദ രാജ്യം ഏതാണ്ട് 100 കൊല്ലത്തോളം ഭരിച്ചു. അതാണ് മക്കാബിയരുടെ കാലം എന്ന് പറയുന്നത്. BC 63 വരെ ഭരിച്ച മക്കാബിയരിൽ അവസാനത്തെ ഭരണകർത്താവായിരുന്നു അരിസ്റ്റോബുലസ്. അവരുടെ ഭരണകാലത്തെ യഹൂദന്മാരുടെ ഇടയിൽ വന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്കിത് എല്ലാവർക്കും അത്ര ഉണ്ടങ്ങ് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല എന്നെനിക്കറിയാം. എങ്കിലും ഇതെല്ലാം പുതിയ നിയമം പഠിക്കുമ്പോൾ, ആ പശ്ചാത്തലത്തിൽ നിന്ന് പഠിക്കുമ്പോൾ നമുക്കല്പം കാര്യങ്ങൾ വ്യക്തമായി ഗ്രഹിക്കാൻ എളുപ്പമാണ്. മക്കാബിയർ പ്രതിഷ്ഠോത്സവം ആചരിച്ചു. ഒരാൾ തീക്ഷ്ണതയോടെ എഴുന്നേറ്റു. ഇന്ന് വാസ്തവത്തിൽ ആത്മാവിൻ്റെ ആരാധനകളെല്ലാം തകർന്നു കിടക്കുന്നതായി ഈ കാലയളവിൽ ജനമെല്ലാം ചടങ്ങുകൾക്കും ഗ്രൂപ്പുകൾക്കും വേണ്ടി നിൽക്കുന്നവരായി മാറിയിരിക്കുന്നതായി ഈ കാലയളവിൽ അന്ന് അന്ത്യോക്കസ് എപ്പിഫാനസ് രാജാവ് ദൈവാലയം തകർത്തു, ആലയത്തെ അശുദ്ധമാക്കി. ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കണം. ഇപ്പോൾ KV തോമസ് സാർ എഴുന്നേറ്റ് അല്പസമയം നിങ്ങളോട് സംസാരിക്കും. കർത്താവേ, അന്ന് ഒരു കൂട്ടം തീക്ഷ്ണതയോടെ എഴുന്നേറ്റപ്പോൾ ഒരു പ്രതിഷ്ഠോത്സവം ആചരിപ്പാൻ തക്കവണ്ണം ദൈവാലയം ഒരുക്കപ്പെട്ടുവെങ്കിൽ കർത്താവെ, ഞങ്ങളൊന്ന് പുതുതായി പണിത്, ശരിയായി പണിത്, ആത്മാവിൻ്റെ ആരാധന പുനഃസ്ഥാപിക്കുന്ന ഒരു രംഗമായി മാറുവാൻ തക്കവണ്ണം നീ ഞങ്ങളെ തീക്ഷ്ണതയോടെ നടത്തണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിൽ ചേർന്നിരിക്കാം. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 22-ാമത്തെ വാക്യം. അനന്തരം യെരുശലേമിൽ പ്രതിഷ്ഠോത്സവം ആചരിച്ചു. അത് ശീതകാലമായിരുന്നു. കർത്താവിന് സ്തോത്രം. യെരുശലേമിൽ നടന്നതായ പ്രതിഷ്ഠോത്സവം, ഈ ഹിസ്റ്ററി എല്ലാം നമുക്ക് മനസ്സിലായില്ല, ശരിയാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ ബൈബിൾ ക്ലാസ് എനിക്ക് വളരെ ഇൻട്രസ്റ്റിങ്ങാണ്. കാരണം ഈ ചരിത്രമെല്ലാം ദൈവവചനത്തോട് ചേർന്ന് പോകുന്നു. ദൈവവചന സത്യങ്ങൾ ഹിസ്റ്ററി പഠിക്കുന്ന കുഞ്ഞുങ്ങൾ നമുക്കെല്ലാവർക്കും ഈ യെരുശലേമിൻ്റെ വീണ്ടെടുപ്പ്, ബൈബിൾ ക്ലാസ്സിൽ നാം കേട്ടതുപോലെ രാജ്യസ്നേഹികൾ
യെരുശലേമിൻ്റെ വീണ്ടെടുപ്പിനായി അധ്വാനിച്ചു. യെരുശലേമിൻ്റെ മതിലുകൾ പണിയുന്നു. യെരുശലേം ദേവാലയത്തിൻ്റെ പുനഃപ്രതിഷ്ഠ. ഇതെല്ലാം കേൾക്കുമ്പോൾ പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മുടെ ഹൃദയം ദൈവത്തോടുള്ള, ജീവനുള്ള ദൈവത്തോടുള്ള സ്നേഹത്തിൽ ഹൃദയം കത്തി എരിഞ്ഞ ഒരു അനുഭവം കിട്ടും. പലർക്കും പക്ഷേ ഇതൊന്നും മനസ്സിലാകുന്നില്ല. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾ വാസ്തവമായും യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ, കർത്താവേ, എനിക്കും എൻ്റെ ജീവിതത്തിൽ ഒരു പ്രതിഷ്ഠോത്സവം ഇന്ന് ആചരിച്ച് 8 മണിക്ക് എഴുന്നേൽക്കുമ്പോൾ, കർത്താവേ, എന്നെ നാം പാടുന്നുണ്ടല്ലോ, ഞാനും എനിക്കുള്ളതൊക്കെയും യേശുവിന് സ്വന്തം. അതാണ് ശരിയായ പ്രതിഷ്ഠ. നമ്മെ തന്നെ കർത്താവായ യേശുവിൻ്റെ സന്നിധിയിൽ ക്രൂശിനരികിൽ നമ്മെ സമർപ്പിക്കുകയാണ്. കർത്താവിന് സ്തോത്രം. നമ്മൾ പിതാക്കന്മാർ പാടി, ചേർന്ന് പാടി എല്ലാവർക്കും. മന്നവനേ മശീഹ സദതം തവ കരുണ വാതിലിൽ മുട്ടും ധനികാനിൻ വിധി നിലയത്തി നേഗണമേ കൃപയും വാഴ്വും നീ ഗതി തുണ ചെയ്യുക നിൻ സാക്ഷിയലെ ജിതനാകരുതേ ശരണവുമേൻ ആശ്രയവും നീയേ. മന്നവനെ മശിഹ തമ്പുരാനെ, സതതം എല്ലായ്പ്പോഴും അവിടുത്തെ കരുണയുടെ വാതിക്കൽ ഞങ്ങൾ മുട്ടി വിളിക്കുകയാണ്. നമുക്ക് ഓരോരുത്തർക്കും അഭയപ്പെടുവാൻ, ആശ്രയിക്കുവാൻ യേശു മാത്രമേ ഉള്ളൂ. നമ്മൾ നിസ്സാരരാണ്, നമ്മൾ കഴിവില്ലാത്തവരാണ്, നാം അല്പപ്രാണികളാണ്, ജീവിതത്തിൽ പലവിധമായ ദുഃഖങ്ങളും ഭാരങ്ങളും വേദനകളുമായി വലയുന്നവരാണ്. ശരിയാണ്, നമുക്ക് അഭയപ്പെടുവാൻ, ആശ്രയിപ്പാൻ ആരാണ് ഈ ഭൂമിയിലുള്ളത്? ആരെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും കാര്യത്തിൽ നമുക്ക് ആശ്രയിപ്പാനുണ്ടോ? പണത്തിൽ ആശ്രയിക്കാനുണ്ടോ? ജോലിയിൽ ആശ്രയിക്കാനുണ്ടോ? ഒന്നിലും നമുക്ക് ആശ്രയിപ്പാനില്ല. മന്നവനെ മശിഹ തമ്പുരാനെ, സതതം എല്ലായ്പ്പോഴും കർത്താവേ, അവിടുത്തെ കരുണയുടെ വാതിൽക്കൽ ഞങ്ങൾ മുട്ടി വിളിക്കുകയാണ്. ദൈവവേദലേ, ദൂരെയിരുന്നും ഇവിടെ ഇരുന്നുമായി കേൾക്കുന്ന ഓരോരുത്തരും ഇപ്പോൾ യേശുവിൻ്റെ പാദപീഠത്തിലേക്ക് ചെല്ലുക. കർത്താവേ, എനിക്ക് വേണ്ടി തുറന്നിരിക്കുന്നതായൊരു ചങ്കുണ്ട്, ഒരു തിരുവിലാവുണ്ട്. ഏത് പാപിക്കും ഏത് സമയത്തും കടന്നു ചെല്ലാവുന്ന ഒരു അഭയസ്ഥാനമുണ്ട്. കർത്താവേ, ഞാനിതാ വരികയാണ്, നിൻ്റെ സാക്ഷിയെ ലജ്ജിതനാക്കരുതേ. യേശുവേ, ഞാൻ നിന്നോടൊരു വാക്ക് പറഞ്ഞതല്ലേ, പണ്ട് അല്ല ഇന്നലെ, കഴിഞ്ഞ ദിവസം. യേശുവേ, ഞാൻ നിന്നോട് ചില വാക്കുകൾ, ചില കാര്യങ്ങൾ പറഞ്ഞതല്ലേ കർത്താവേ, ഞാൻ ലജ്ജിതനായി പോകല്ലേ. അന്ന് നാം വചനത്തിലൂടെ കേട്ടു, യെരുശലേമിൻ്റെ മതിലെല്ലാം തകർന്നു കിടക്കുകയാണ്. വരുവീൻ, നാം ഇനിയും നിന്നാപാത്രമായിരിക്കാതെ വണ്ണം യെരുശലേമിൻ്റെ മതിലുകൾ പണിയുക എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ കാലത്തിൽ നമ്മോട് പറയുകയാണ്. വലിയൊരനർത്ഥം ദേശമെമ്പാടും നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിഞ്ഞുകൂടെ? നാം കണ്ണു തുറന്ന് ചെവി തുറന്ന് ഇതെല്ലാം ഗ്രഹിക്കേണ്ടതാണ്, കാണേണ്ടതാണ്. യെരുശലേമിൻ്റെ മതിലെല്ലാം തകർന്നു കിടക്കുകയാണ്. വലിയൊരു അനർത്ഥം. നെഹെമ്യാവിൻ്റെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ അങ്ങനെയാണ് പറയുന്നത്. വലിയൊരു അനർത്ഥം ദൈവജനത്തിന് സംഭവിച്ചിരിക്കുന്നു. യെരുശലേം തകർന്നിരിക്കുന്നു, മതിലുകളെല്ലാം അകന്നിരിക്കുന്നു. മതിലുകൾ ഓരോ കല്ലുകളും അകന്നകന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അവിടെ ദൈവജനം എന്ത് ചെയ്തു? അവർ അന്യോന്യം ധൈര്യപ്പെടുത്തി. ദൈവമക്കളെ, നാം അന്യോന്യം ധൈര്യപ്പെടുത്തണം. ക്രിസ്തുവിൻ്റെ വേലയ്ക്ക് വേണ്ടിയുള്ള ആഹ്വാനമാണ് ഇന്ന് ആദ്യം മുതലേ ബൈബിൾ ക്ലാസ്സിലൂടെ ജീവനുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഓരോ സമയം ഇടപെട്ടുകൊണ്ടിരുന്നത്. കർത്താവിന് സ്തോത്രം. എസ്തേറിൻ്റെ പുസ്തകം 4-ാം അധ്യായം 14-ാം വാക്യത്തിൽ നാം കേട്ടു, ഞാനും നിങ്ങളും ഇനിയും മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് രക്ഷയുണ്ടാകും, ഉദ്ധാരണമുണ്ടാകും, വേറെ സ്ഥലം ഉദ്ധാരണമുണ്ടാകും. എന്നാൽ നീയും നിൻ്റെ കുടുംബവും നിൻ്റെ തലമുറയും നഷ്ടപ്പെട്ടു പോകും. നിനക്ക് ചില അപകടങ്ങൾ സംഭവിക്കും.
എന്നാൽ ദൈവം തന്നെ സ്നേഹിക്കുന്ന ഒരു ജനമുണ്ട്. ദൈവം സ്നേഹിക്കുന്ന ജനത്തെ ദൈവം അതാത് കാലത്ത് വീണ്ടെടുക്കും. അത് ദൈവീകമായ പദ്ധതിയാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, എനിക്കും നിങ്ങൾക്കും ഈ ദൈവീകമായ സ്വർഗീയ കാര്യപരിപാടിയോട് ചേർന്ന് നിന്നാൽ എനിക്കും നമ്മുടെ കുടുംബത്തിനും രക്ഷയുടെ അനുഭവത്തിലേക്ക് വരാം. ആനന്ദൈശ്വര്യപ്പെടുന്ന മാസാബ്ദങ്ങളെ ദൈവം നമുക്ക് തരും. പ്രിയപ്പെട്ടവരെ, നാം ആരും വാടിത്തളർന്നിരിക്കേണ്ടവരെല്ലാം. നമുക്ക് മുമ്പിൽ വലിയൊരു ശുശ്രൂഷയുണ്ട്. ജീവനുള്ള ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് അയച്ചുകൊണ്ട് സൈന്യത്താലല്ല, ഏതെങ്കിലും മനുഷ്യൻ്റെ ശക്തി കൊണ്ടല്ല, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് ഈ വേല മുന്നോട്ട് പോകുവാനായിട്ട് കഴിയും. സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിൻ്റെ ആത്മാവിനാൽ അത്രേ. സെരൂബാബേലിന് മുമ്പിലുള്ള മഹാപർവ്വതമേ, നീ ആര്? നീ സമഭൂമിയായി തീരും. ഓരോ ഇതിലും ജീവനുള്ള ദൈവത്തിൻ്റെ മുമ്പാകെ കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരും യേശുക്രിസ്തുവിൻ്റെ പൊന്നുമുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറയണം, സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിൻ്റെ ആത്മാവിനാൽ. ദൈവത്തിന് സ്തോത്രം. അന്യോന്യം ധൈര്യപ്പെടുത്തിക്കൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ യേശുക്രിസ്തുവിൻ്റെ പേരിൽ നമുക്ക് ജയത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും. ദൈവത്തിന് സ്തോത്രം. ജീവനുള്ള ദൈവം നമ്മുടെ ഇടയിൽ വസിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് കൃപയാൽ നമ്മുടെ മധ്യയെ വസിക്കുന്നുണ്ട്. നാം ആരെങ്കിലും നല്ലവരായിട്ടല്ല, ഏതെങ്കിലും ഗുണമേന്മ ഉണ്ടായതുകൊണ്ടല്ല. എനിക്ക് വ്യക്തമായിട്ടറിയാം, എൻ്റെ പാരമ്പര്യം നോക്കിയാൽ, എൻ്റെ തലമുറ നോക്കിയാൽ ഒരിക്കലും ഈ രംഗത്ത് നിൽക്കുവാൻ കഴിവുള്ള വ്യക്തിയല്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഒരു കാര്യം എനിക്കറിയാം, ഒരു നിത്യനായ ദൈവം യുഗായുഗങ്ങൾക്ക് മുമ്പ് എന്നെ കണ്ട യേശുക്രിസ്തു, എൻ്റെ കർത്താവായ യേശു, എൻ്റെ ജീവനുള്ള ദൈവം, കർത്താവ് എൻ്റെ കരങ്ങളിൽ പിടിച്ചു. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ഓരോരുത്തരെയും ആ സ്വർഗീയമായ പ്രതിഷ്ഠയിലേക്ക് കർത്താവ് നടത്തുകയാണ്. ജീവിതം ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചാൽ അത് അനുഗ്രഹമാണ്, ഐശ്വര്യമാണ്, സമാധാനമാണ്, സന്തോഷമാണ്. ഞാനിന്ന് അനുഭവിക്കുന്ന സന്തോഷത്തിനും സമാധാനത്തിനും ഏക കാരണം എൻ്റെ ജീവിതം ഒരിക്കലായി ഞാൻ ജീവിതം ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു എന്ന് ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, എനിക്ക് ഈ ഭൂമിയിൽ വേറെ ലാക്കില്ല, ലക്ഷ്യമില്ല. എൻ്റെ ജീവിതത്തിൽ കുടുംബത്തിൽ പല പ്രയാസങ്ങളുണ്ട്, ശരിയുണ്ട്, പല വിഷയങ്ങളുണ്ട്. അമ്മയുടെ ആത്മാവിൻ്റെ കാര്യത്തിൽ എനിക്ക് വലിയ ദുഃഖമുണ്ട്. പലപ്പോഴും എൻ്റെ ഹൃദയത്തിൽ ദാഹമുണ്ട്, വേദനയുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, എനിക്കൊരു കാര്യം ഉറപ്പാണ്, ഒരു കാലത്ത് ഞാൻ എൻ്റെ ജീവിതം യേശുവിനെ സമർപ്പിച്ചു. അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. എൻ്റെ ജീവിതം ഞാൻ ഒരിക്കലായി യേശുവിനായി പ്രതിഷ്ഠിച്ചവനാണ്. കർത്താവേ, എന്നെയും എനിക്കുള്ള സകലത്തെയും, എൻ്റെ മാതാപിതാക്കളെയും, എൻ്റെ ഭാര്യയെ, എൻ്റെ കുഞ്ഞുങ്ങളെ, എൻ്റെ വീടിനെയും, എനിക്കുള്ള സകലത്തെ, എൻ്റെ പൈസ, എനിക്കുള്ള സകലം, എൻ്റെ ആരോഗ്യം, എൻ്റെ ആയുസ്, എൻ്റെ ഭാവി, എൻ്റെ ബുദ്ധി, എൻ്റെ കഴിവ്, എല്ലാം യേശുവേ ഞാൻ നിനക്കായി പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. ഈ വൈകുന്നേര സമയം, ഈ സമയം 8 മണിയോട് അടുത്തുകൊണ്ടിരിക്കുന്ന സമയം, പ്രിയ ദൈവത്തെ, നിങ്ങൾക്കെന്ന് ജീവനുള്ള ദൈവത്തോട് വാക്ക് പറയാമോ? കർത്താവേ, എൻ്റെ ജീവിതം നിന്റെ കരങ്ങളിലേക്ക് ഞാനിതാ സമർപ്പിക്കുകയാണ്. നിന്റെ സാക്ഷിയെ ലജ്ജിതനാക്കരുതേ കർത്താവേ. അന്ത്യത്തോളം ക്രൂശിനെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് ജീവിപ്പാൻ തക്കവണ്ണം അവിടുത്തെ കൃപ എൻ്റെ മേൽ പകരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. 16-ാം സങ്കീർത്തനം നമുക്ക് 2-ാം വാക്യം നമുക്ക് വായിക്കാം. 16-ാം സങ്കീർത്തനത്തിൻ്റെ 2-ാമത്തെ വാക്യം. ഞാൻ യഹോവയോട് പറഞ്ഞത്, നീ എൻ്റെ കർത്താവാകുന്നു, നീ ഒഴികെ എനിക്കൊരു നന്മയും ഇല്ല. ദാവീദിൻ്റെ സ്വർണ്ണ സങ്കീർത്തനമാണ്. ഹെഡിങ് എങ്ങനെയാണ്? സ്വർണ്ണ സങ്കീർത്തനം. നമുക്കറിയാം, ഇരുമ്പിന് വിലയുണ്ട്, ചെമ്പിന് വിലയുണ്ട്, വെള്ളിക്ക് വിലയുണ്ട്. അതിൻ്റെ വിലയല്ല സ്വർണത്തിൻ്റെ വില. 16-ാം സങ്കീർത്തനം ദാവീദ് എഴുതുമ്പോൾ ദാവീദിൻ്റെ ഹൃദയം കോരിത്തരിച്ചുകൊണ്ട് ജീവനുള്ള ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. കർത്താവിന് സ്തോത്രം. തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ദൈവമേ, ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കിയാൽ, ദൈവത്തിന് സ്തോത്രം, എന്നെ കാത്തുകൊള്ളണമേ. ദാവീദ് വീണ്ടും പറയുന്നുണ്ട്, ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കിയാൽ ഞാൻ ലജ്ജിച്ചു പോകരുതേ. ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കുന്നു. യേശുവാണ് എൻ്റെ ശരണം, എൻ്റെ കർത്താവാണ് എൻ്റെ ആശ്രയം. പ്രിയ ദൈവത്തിനെ, നിങ്ങൾക്ക് അങ്ങനെ ഒരു ആശ്രയമുണ്ടോ? എൻ്റെ യേശുവിലൊരു പിടുത്തം. കർത്താവിന് സ്തോത്രം. താഴെ പറയുന്നുണ്ട്, ഭൂമിയിലെ വിശുദ്ധന്മാരോ അവർ ശ്രേഷ്ഠന്മാരാണ്. അവർ, ദൈവത്തിന് സ്തോത്രം, ഭൂമിയിൽ നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. ഭൂമിയിലെ വിശുദ്ധന്മാരോ അവരെനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാരാണ്. ദൈവത്തിൻ്റെ വചനം നമ്മോട് പ്രസംഗിച്ച് നടന്ന അനേക വിശുദ്ധന്മാരായ ആളുകളുണ്ട്. അവർ ശ്രേഷ്ഠന്മാരാണ്. പക്ഷെ ഒരു കാര്യം, ആരാണ്? ദൈവത്തിന് സ്തോത്രം, നീയാണ് എൻ്റെ ശരണം, യേശുവാണ് എൻ്റെ ശരണം. ദൈവത്തിന് സ്തോത്രം. ദാവീദ് പറയുകയാണ്, ഞാൻ യഹോവയോട് പറഞ്ഞത്, നീ എൻ്റെ കർത്താവാകുന്നു,
ഈ സന്ധ്യാസമയത്ത് നിങ്ങൾ ഓരോരുത്തരും യേശുവിനോട് പറയേണ്ട കാര്യമാണ്, കർത്താവേ, യേശുവേ, നീ എൻ്റെ കർത്താവാകുന്നു. അതാണ് പ്രതിഷ്ഠ. പ്രിയപ്പെട്ടവരെ, യേശുവാണ് എൻ്റെ കർത്താവ്. ദൈവത്തിന് സ്തോത്രം. പക്ഷേ ഇന്ന് അനേക ദൈവമക്കൾക്കും യേശു ക്രിസ്തു കർത്താവായി തീർന്നിട്ടില്ല. അനേക കർത്താക്കന്മാർ ഇന്ന് അനേകരെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലേ പ്രിയപ്പെട്ട മാന്യ സഹോദര സഹോദരി, നിന്നെ ഇന്ന് ഭരിക്കുന്ന കർത്താക്കന്മാർ ആരാണ്? പാപം നിങ്ങളെ ഭരിക്കുന്നുണ്ടോ? അശുദ്ധി നിങ്ങളെ ഭരിക്കുന്നുണ്ടോ? മൃഗീയ വാസനകൾ നിങ്ങളെ ഭരിക്കുന്നുണ്ടോ? ഈ ലോകമാണോ നിങ്ങളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്? അനേക ദുരാത്മാക്കളുടെ വ്യാപാരം മൂലം അനേക ജീവിതങ്ങളിൽ നിന്ന് അനേക കർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കുകയാണ്. എന്നാൽ ഈ സന്ധ്യാസമയം ഒരു പുതിയ യെരുശലേമിൻ്റെ പ്രതിഷ്ഠയിലേക്ക് വരികയാണ്. ഒരു തറക്കല്ലിടാൻ തുടങ്ങുകയാണ്. ദൈവത്തിന് സ്തോത്രം. നാം ഒരു ഭവനം പണിയാൻ തുടങ്ങുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഇതാ വാനമെല്ലാം മാന്തി അവിടെയെല്ലാം ഒരു തറക്കല്ലിടുകയാണ്. ആണിക്കല്ല് കയറ്റുന്നത് വരെയും ദൈവത്തിന് സ്തോത്രം ഈ പണി എങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നൊരു പ്രതിഷ്ഠയുടെ ദിവസമാണ്. ഇന്ന് ജീവിതം ജീവനുള്ള ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. എന്താണ് പ്രതിഷ്ഠിക്കേണ്ടത്? നിങ്ങൾ ഓരോരുത്തരും ഹൃദയം തുറന്ന് വാ തുറന്ന് പറയണം, യേശുവേ, നീ എൻ്റെ കർത്താവാണ്. ഇന്നു മുതൽ കർത്താവിന് സ്തോത്രം. റോമർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം 9-ാം വാക്യത്തിൽ അവിടെ ജീവനുള്ള ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റു പറയണമെന്ന്. വായിക്കാം. യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ദൈവത്തിന്റെ സ്തോത്രം. അതിൽ ഒരു വാക്ക് മാത്രം നമ്മൾ ശ്രദ്ധിക്കുക. യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയുക എന്ന് പറഞ്ഞാൽ വെറുതെ വായ് കൊണ്ട് സംസാരിക്കുന്നത് മാത്രമല്ല, ലോകത്തോട് യേശു കർത്താവാണ്, യേശു എൻ്റെ കർത്താവാണ്, യേശു എൻ്റെ രക്ഷിതാവാണ്, യേശു എൻ്റെ ഉടയവനാണ്, യേശുവാണ് എന്നെ വീണ്ടെടുത്തത്, എന്നെ രക്ഷിച്ച് യേശുവിനെക്കുറിച്ച് ലോകത്തോട് പറയുവാനുള്ള ഉത്തരവാദിത്വം പ്രിയപ്പെട്ടവരെ നമുക്കെല്ലാവർക്കുമുണ്ട്. ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കാൻ തുടങ്ങുകയാണ്. നിങ്ങൾക്കിന്ന് ഓരോരുത്തർക്കും ഇരിക്കുന്നിരിപ്പിലിരുന്നുകൊണ്ട് ഒരു പ്രതിഷ്ഠയിലേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയുമോ? ദൈവത്തിന് സ്തോത്രം. നാം ഓരോരുത്തരും പറയുക, യേശുവേ, ഇതുവരെ അനേക കർത്താക്കന്മാർ എന്നെ ഭരിച്ചിട്ടുണ്ട്, എന്നാൽ ഇന്ന് ഒരു പുതിയൊരു പ്രതിഷ്ഠയിലേക്ക് ഞാനിതാ വരികയാണ്. ഓരോരുത്തർക്കും ഇപ്പോൾ പറയാം, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം, യേശുവാണ് എൻ്റെ കർത്താവെന്നാണ് നാം പറയാൻ പോകുന്നത്. യേശുവാണ് എൻ്റെ കർത്താവ്. ഇത് ലോകത്തോട് വിളിച്ചു പറയുവാനുള്ള ചങ്കൂറ്റം പ്രിയപ്പെട്ടവരെ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ സമൂഹത്തോട്, നമ്മുടെ ചുറ്റുപാടിൽ ജീവിക്കുന്നവരോട്, നമ്മുടെ ബന്ധുമിത്രാദികളോട്, സകലരോടും ലജ്ജയില്ലാതെ, നമ്മുടെ പള്ളിയിൽ വരുന്നവരോട് ആരോടും ലജ്ജയില്ലാതെ പറയുവാനുള്ള ധൈര്യം നിങ്ങൾ കാണിക്കണം. യേശുവാണ് എൻ്റെ കർത്താവ്, യേശുവാണ് എൻ്റെ ഭരണകർത്താവ്, യേശുവാണ് എൻ്റെ ഉടയവൻ. ഇതുവരെ അനേക പാപങ്ങളെ ഭരിച്ചിരുന്നു, എന്നാൽ ഇന്ന് ഈ സന്ധ്യാസമയം യേശുവിനെ എൻ്റെ കർത്താവായി ഉള്ളം കൊണ്ട് ഞാനിതാ പൂർണ്ണമായും അംഗീകരിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം, അങ്ങനെ ഹൃദയം കൊണ്ട് അംഗീകരിക്കുന്നവർക്ക് വാ തുറന്ന് ഏറ്റുപറയാം, യേശുവാണ് എൻ്റെ കർത്താവ് എന്ന് ഏറ്റുപറയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? വെറുതെ വാക്കുകൾ പറയുകയല്ല. ഇന്നു മുതൽ സമൂഹത്തിൻ്റെ മധ്യേ, ലോകത്തിൻ്റെ മധ്യേ ദൈവത്തിൻ്റെ സ്തോത്രം, യേശുവിനെ ലോകം പരിഹസിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ, യേശുവിനെ തള്ളിക്കളഞ്ഞ ലോകത്ത്, ക്രിസ്തുവിനെ ആർക്കും വേണ്ടാത്തതായി ലോകത്ത്, എൻ്റെ പ്രാണപ്രിയനായ യേശുവിനെ, എനിക്കും നിങ്ങൾക്കും വേണ്ടി ചോരയും നീരുമൂറ്റിയ യേശുവിനെ, ഈ യേശുവിനെ ലോകത്തിൻ്റെ മുമ്പിൽ വിളിച്ചോതുവാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? നിങ്ങൾക്കതിൻ്റെ ആഗ്രഹമുണ്ടോ? നിങ്ങൾക്കതിൻ്റെ താല്പര്യമുണ്ടോ? ഒരു പുതിയ പ്രതിഷ്ഠയിലേക്ക് വരാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ പ്രിയ ദൈവവേദലേ? എങ്കിൽ നിങ്ങൾക്ക് പറയാം, യേശുവിനോട് പറയാം, യേശുവേ, നീയാണ് എൻ്റെ രക്ഷകൻ, യേശുവേ, നീ എൻ്റെ കർത്താവാകുന്നു. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം, എൻ്റെ യേശുവേ, നീ എൻ്റെ കർത്താവാകുന്നു. എൻ്റെ യേശുവേ, നീ എൻ്റെ കർത്താവാകുന്നു. നീ ഒഴികെ എനിക്കൊരു നന്മയും ഇല്ല. ഹല്ലേലൂയ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ തീരുമാനമുള്ളവർക്ക് ഇരുകരങ്ങളും ഉയർത്തിക്കൊണ്ട് പറയാമോ, യേശുവേ, നീ എൻ്റെ കർത്താവാകുന്നു. എൻ്റെ യേശുവേ, നീ എൻ്റെ കർത്താവാകുന്നു. നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. ഹല്ലേലൂയ. നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. എൻ്റെ യേശു ഒഴികെ എനിക്കൊരു ജീവിതമില്ല. എൻ്റെ യേശുവില്ലാതെ എനിക്ക് മുന്നോട്ടൊരു വഴിയില്ല. ഹല്ലേലൂയ. യേശുവേ, വീണ്ടും പറയൂ, യേശുവേ, നീ എൻ്റെ കർത്താവാകുന്നു.
കരങ്ങളെ താഴ്ത്തിയിടാം. ഹല്ലേലൂയ. ആർക്കെല്ലാം അങ്ങനെ തീരുമാനത്തോടെ നിൽക്കാൻ കഴിയും? ഹല്ലേലൂയ. നിങ്ങൾക്ക് കഴിവില്ല, ശരിയാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, സ്വർഗത്തിലെ ദൈവം നമുക്ക് കാര്യം സാധിപ്പിച്ചു തരും. ഹല്ലേലൂയ. ജീവിതം ക്രിസ്തുവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കൂ. ഹല്ലേലൂയ. ഞാനും പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ, ഇന്നു മുതൽ നീ എൻ്റെ കർത്താവാണ്. ഇനി പാപം എന്നെ വസിക്കുകയില്ല, പിശാചിന്റെ ജീവിതത്തെ അലട്ടിക്കൊണ്ടിരിക്കുകയില്ല. ഹല്ലേലൂയ. യേശു എൻ്റെ കർത്താവാണ്. യേശു എൻ്റെ വീണ്ടെടുപ്പുകാരനാണ്. എൻ്റെ യേശു എൻ്റെ ഉടയവനാണ്. എൻ്റെ യേശു എന്നെ സ്നേഹിച്ചു. അവസാനത്തോടെ രക്തമറി എനിക്ക് വേണ്ടി ചിന്തിയ കർത്താവിന് വേണ്ടി ജീവിക്കും. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, സ്വർഗീയ പിതാവേ, മനോഹര സമയത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇതുവരെ ഞങ്ങളോട് കൂടിയിരുന്ന യേശുവേ, ഇനിയും അവിടുത്തെ പരിശുദ്ധാത്മാ ഞങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അന്ത്യത്തോളം യേശു എൻ്റെ കർത്താവെന്ന് എൻ്റെ നെറ്റിപ്പട്ടം കെട്ടിക്കൊണ്ട് ജീവിപ്പാൻ തക്കവണ്ണം നിങ്ങളെ ഓരോരുത്തരെയും ദൈവ ലോകം കാണുമ്പോൾ, മറ്റുള്ളവർ നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾ നെറ്റിമേൽ ഒരു ലെറ്ററിങ്, ഒരു നെറ്റിപ്പട്ടം കാണുകയാണ്. യേശു എൻ്റെ കർത്താവാണ്. അതാണ് നമ്മുടെ മുദ്ര. ഹല്ലേലൂയ. യേശു എൻ്റെ മുദ്രയായി തീരട്ടെ. പ്രാർത്ഥനയോടെ നമുക്ക് ജീവിതം ക്രിസ്തുവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. സകലതും ക്രിസ്തു യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമല്ലുമാറാകണമേ. ആമീൻ. സ്തോത്രം.